പ്രേതക്കുളം. ഒരു 100 വർഷം മുമ്പ് ഈ ഏലയിൽ വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു ഏലയായിരുന്നു. ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരെല്ലാം ഈ കാണുന്ന പൊയ്കയിലായിരുന്നു കുളിക്കാൻ വരുന്നത്. അന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ ഇവിടെ ഒരു വിളക്കിൻ്റെ വെട്ടം കാണാൻ സാധിക്കും. ഇവിടെ യക്ഷികൾ വന്ന് കുളിക്കും എന്നൊക്കെയാണ് ചെറുപ്രായത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അതവര് പേടിയുള്ള സ്ഥലമായിരുന്നു. ഭയങ്കര കാടും. അപ്പം ഈ കുളത്തിന് ഒരു 8-9 അടിക്കടുത്ത് താഴ്ചയുണ്ട്. നമ്മൾ സിലോപ്പിയ വരുന്ന സമയങ്ങളിൽ ആദ്യകാലത്ത് സിലോപ്പിയ വളർത്തിയ കുളമാണിത്. ഈ കരിയിലെല്ലാം മൂടിക്കിടക്കുന്നതിലും ഇത് തവളയുണ്ട്. തിരുവനന്തപുരത്തുള്ളവർ പറയുന്നത് പോലെ ഉടതലയുണ്ട്. പൊത്തയുടെ ഇത് വംശം നശിക്കാത്ത ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെ ഉള്ളിപ്പോഴ് ജീവിയുടെ ശബ്ദങ്ങൾ, അങ്ങനെ ഒരു പ്രേതക്കുളം. അങ്ങനെ പ്രേതക്കുളത്തിൽ വന്നേക്കുക. പ്രേതത്തിൻ്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി പേരെ ഉപദ്രവിച്ചിട്ടുണ്ട് പോലും. അതുകൊണ്ട് ഇവിടുത്തെ കുറച്ച് ചെറിയ സ്വാമിമാർക്കൊക്കെ കോളായിരുന്നു. വൈകുന്നേരത്ത് ഭസ്മം ഇടാൻ ചെല്ലും. ഒരു വിറയിൽ ചരടം കെട്ടി കൊടുക്കും. ചുമ്മാതെ എന്തോ പറയും. ഇവൻ കൊണ്ടുവന്ന 10 രൂപയാണോ 50 രൂപയാണോ 100 രൂപയാണെന്ന് അറിയാമെന്ന് ഇങ്ങനെ പറഞ്ഞാൽ കെട്ടിയിടും. 8-9 കെട്ടിട്ടിട്ട് കൊടുക്കും. ഇനി പേടിക്കൊന്നും വേണമെന്ന് പറയും. അപ്പോൾ ഈ കെട്ടിൻ്റെ ഉറപ്പിൽ ഒരു ധൈര്യത്തോടെ നടക്കും. നല്ല പ്രേതം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊരു ശരി ഒരു കുളിർമയും ഒരു ചൂടൊക്കെ അനുഭവിക്കുന്നു. അതേ നേരം ഇവിടെ നിൽക്കേണ്ട. ഒന്നത് കാടാണ് കേട്ടോ. വല്ല മഴക്കാലമോ പാമ്പുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വലിയ ഓക്കെ